പ്രിയ സൗഹൃദങ്ങളെ, നമസ്കാരം. കെ മീഡിയയുടെ കൃഷ്ണകുമാറാണ്. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. മിക്കവാറും പേര് മോണിറ്റൈസേഷൻ പ്രശ്നമായിട്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചാനലിലുണ്ടായി. ചാനൽ അടിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനായിട്ടാണ് ഞാൻ വരുന്നത്. നമ്മളിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലുകളിൽ പലരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പല സോഴ്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാനിത് പറയുന്ന കാരണം 2015 ഒരു 1 lakh എബവ് വ്യൂസും റീച്ചൊക്കെ ഉള്ള നല്ല സബ്സ്ക്രൈബർ, അതായത് ഒരു 40 മേളിൽ സബ്സ്ക്രൈബേഴ്സ്, 40K ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ചാനൽ അടിച്ചു പോയതാണ്. സംഭവം ഇതാണ്: നമ്മൾ പല സോഴ്സിൽ നിന്നും വീഡിയോസ് എടുത്തിട്ട് കുറച്ച് എൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ട് ബാക്കി ആ മ്യൂസിക്കുകളും ആഡ് ചെയ്ത് ഇട്ടതിൻ്റെ ഒരു ഫലമാണ് പണി കിട്ടിയത്. അപ്പം നമ്മളത് ഇന്നൊരു പാഠം പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാൻ പറ്റും, അവരത് നോക്കിയേ ചെയ്യുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഫേസ് കാണിച്ച് മാക്സിമം വീഡിയോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ഫുൾ ലെങ്ത് വീഡിയോയിൽ നമ്മളുടെ വോയിസ് ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം മോണിറ്റൈസേഷൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അതിന് അപ്ലൈ ചെയ്യുമ്പോൾ റീയൂസ്ഡ് കണ്ടൻറ് എന്നുള്ളൊരു സംഭവം പണി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ആധികാരികമായിട്ട് പറയുന്നത്. കാരണം ഇതെൻ്റെ പുതിയ ചാനലാണ്, കെ മീഡിയ എന്ന് പറഞ്ഞ്. ഇതിലാകപ്പാടെ 1K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പം ഇത് കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കുമോ ഇവനെന്താണ് ഇതിങ്ങനെ ആധികാരികമായിട്ടൊക്കെ പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അത് ഒരു തവണ പണി കിട്ടിയ ഒരാൾക്കേ അങ്ങനെ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മളെല്ലാവരും വളരെയധികം എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസുകൾ, കണ്ടൻറ്റുകൾ, നമ്മുടെ സമയം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമ്മളൊരു എന്ത് കാര്യമാണ്, ഇപ്പോൾ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയെ പറ്റിയുള്ള വിവരണങ്ങൾ കൊടുക്കുക. കാരണം യൂട്യൂബിന് അത് കണ്ടെടുക്കാനുള്ള സോഫ്റ്റ്വെയറും ഏത് മീഡിയയിൽ നിന്ന്, ഏത് സോഴ്സിൽ നിന്നാണ് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടെത്താനുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് യൂട്യൂബിനുണ്ടെന്നുള്ള കാര്യവും ഫേസ്ബുക്കിനുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ 2025 യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ പോളിസി പ്രകാരം, മെയിനായിട്ട് യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം ആ ചാനൽ അവർ ടെർമിനേറ്റ് ചെയ്ത് കളയത്തേ ഉള്ളൂ. മറ്റേ കോപ്പിറൈറ്റ് വാണിങ്ങും റീയൂസ്ഡ് കണ്ടൻറ്റ് വാണിങ്ങൊക്കെ തന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടുകയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചാനലായിട്ട് മുന്നോട്ട് പോകും. ഇപ്പം ഞാനെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ കരുമാടിയുടെ കാമപുരത്തുകാവ് ദേവി ക്ഷേത്രത്തിൻ്റെയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷ്വൽസ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര സംബന്ധമായൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളതാണ്. കരുമാടിക്കുട്ടൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ്, എൻ്റെ വോയിസാണ് ആ ഫുൾ ലെങ്ത് വീഡിയോയിൽ ഉൾപ്പെടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു മ്യൂസിക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ നിന്നുള്ള മ്യൂസിക് മാത്രമാണ്. പുറത്തുനിന്ന് നമ്മൾ മ്യൂസിക് സോങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കണ്ടൻറ് ഇഷ്യൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കഷ്ടപ്പെട്ട് വെറുതെ നമ്മൾ ഇതിന് വേണ്ടി മെനക്കെടുന്നവർ എന്തെങ്കിലും വരുമാനം ആഗ്രഹിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അറിയാവുന്നവരിടുന്ന വീഡിയോസുകളൊക്കെ നമ്മളൊന്ന് കാണുക. ഞാനും അങ്ങനെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടത്. അപ്പോൾ പരസ്പരം നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്, വീഡിയോസുകൾ കാണാവുന്നതാണ്. കാരണം ഞാനും തുടക്കക്കാരനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ക്ഷേത്രക്കുളം, ഒരാൾത്തറ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെമ്പിൾ, ഇപ്പോൾ ഈ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലൊരു വീഡിയോ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസും നമ്മുടെ വോയിസും ഒക്കെ നമ്മൾ ഫുൾ ലെങ്ത് വീഡിയോകളിൽ ഉൾപ്പെടുത്തുവാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനും തിരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വോയിസിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ ലെങ്ത് വീഡിയോയിൽ അത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ റീയൂസ്ഡ് കണ്ടൻറ്റ് പ്രശ്നങ്ങൾ തുടരെ പണി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ചാനൽ അടിച്ചു പോയവൻ്റെ ഒരു മാനസിക വിഷമം എന്തോരം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഇതിൽ എഫർട്ട് എടുക്കുന്നവർക്ക് അറിയാൻ ഒക്കും. കാരണം നമ്മൾ നമ്മുടെ സമയം, വിലയേറിയ സമയമാണ് നമ്മളിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കമ്പനിയിലൊക്കെ കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മെനക്കെട്ടിട്ടാണ് ഓരോ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. നന്ദി, നമസ്കാരം പ്രിയപ്പെട്ടവർ.